ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഇന്ന് പോകുന്നത് തമ്പലയിലൊക്കെ കണ്ട പോലെ ഊട്ടിയിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. അപ്പം നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടിയിട്ട് യബ്ബനാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഊട്ടിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാറിയിട്ടാണ് യബ്ബനാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമം. അവിടെ ഒരു മലന്റെ മുകളിലായിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം 1300 അടിയോളം മുകളിലുള്ള ഭാഗങ്ങളാണ് നീലക്കുറിഞ്ഞി ഉണ്ടാവാറ്. അപ്പോൾ നിറയെ പൂത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ പോകുന്ന വഴിയിലെ കുറച്ച് വീഡിയോസും കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. കാരണം ഊട്ടി എന്ന് പറയുന്നത് എല്ലാവരും പൊതുവെ ആളുകൾ കരുതപ്പെടുന്നത് പോലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ പോലത്തെ ഒരു 3-4 സ്ഥലങ്ങൾ കൂടിയതല്ല. ഊട്ടിൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള നല്ല സ്ഥലങ്ങളാണ്. മലനിരകളും ചെറിയ ചെറിയ കുന്നുകളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും, ക്യാബേജ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, ജീറ്, ചൈനീസ് ക്യാബേജ് തുടങ്ങി നിരവധിയായിട്ടുള്ള കൃഷി നല്ല രീതിയിൽ ഉഷാറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അതും കൂടിയും ഞാൻ ഈ കാഴ്ചയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ കാണാം. നമ്മൾ നീലക്കുറിഞ്ഞി തേടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യബ്ബനാട് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് അവിടേക്ക് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ നിന്ന് നമ്മൾ സാധാരണ ഊട്ടിയിൽ വരുമ്പോൾ ഗൂഡല്ലൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഹിൽബങ്ക് ജംഗ്ഷൻ പൊതുവെ എല്ലാവർക്കും അറിയുന്നതാവും. കാരണം താഴെയും മുകളിലും പമ്പായിട്ടുള്ള ജംഗ്ഷനാണ് ഹിൽബങ്ക്. ഹിൽബങ്ക് കഴിഞ്ഞ ഉടനെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചർച്ചൊക്കെ ഉള്ള ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ യബ്ബനാട് പോണ വഴിയാണ് അത്. അവിടെ നമ്മൾ ലൊക്കേഷനിൽ കിടുമ്പോൾ കാണാം പുതുമൺ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട്, ആടശോല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പിന്നെ അണിക്കോര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ഈ അണിക്കോര കഴിഞ്ഞിട്ടാണ് യബ്ബനാട് വരിക. യബ്ബനാടിൻ്റെ ഭംഗിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് യബ്ബനാട് ജംഗ്ഷൻ ഏകദേശം എത്താറായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള യബ്ബനാട് ജംഗ്ഷനിൽ അപ്പോൾ അക്കനെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോണത്. കാരണം അത് വഴി അറിയാൻ കുറച്ച് പ്രയാസമുണ്ട്, മല കയറി പോകണം. അപ്പോൾ അത് അക്കാണ് അറിയുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ പരിചയമുള്ള ആളുകൾ നമ്മളൊപ്പം വേണം. അതുകൊണ്ടാണ് അത് ഈ ജംഗ്ഷനിലാണ് അക്കൻ്റെ വീട് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ടാണ് മുന്നിൽ പോയിക്കൊണ്ട് ആ നീല കാണുന്ന ചെറിയ വീടുണ്ടല്ലോ, വീട്ടിലാണ് പിന്നെ അക്കുള്ളത്. അപ്പോൾ അക്കനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അക്കൊപ്പം പോരും എന്നാണ് വേറെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അക്കനെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏതായാലും ചെന്ന് കണ്ട് അക്കനോട് സംസാരിച്ചു. അക്ക നമ്മുടെ കൂടെ പോകുന്നു എന്ന് മാത്രമല്ല, അക്ക നമ്മളെ വീട്ടിൽ നിന്ന് സൽക്കരിച്ചിട്ട് നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് പണിപ്പെട്ടു. കാരണം അക്ക നമ്മളെ വിടണ്ടേ. സാധനം ഒരുവിധം സംസാരിച്ച് നമ്മൾ പോന്ന് അങ്ങനെ കുറച്ച് ദൂരം പോകുന്ന ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ പരിസരത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഈ തേയിലത്തോട്ടത്തിൽ കൂടിയാണ് നമ്മൾ നീലക്കുറിഞ്ഞി തേടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേയിലത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കാടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്ക അവിടെ എന്തോ നോക്കുന്നുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഏതായാലും മുന്നുകൂടി ഇനിയും പോയേക്കാം. ഇന്ന് നീലക്കുറിഞ്ഞി കണ്ടിട്ടേ ഞങ്ങൾ പോരുള്ളൂ. അയ്യോ, അക്കതാ ഏതൊക്കെയോ വഴി കൂടി കയറുന്നുണ്ട്. ആരും പോവാത്ത വഴിയാണെന്നൊക്കെയാണ് പറയണത്. അന്ത വഴിയിലൂടെ നമ്മൾ പോയിട്ടിരിക്കേ. സംഗതി കുറച്ച് കൊടൂര റൂട്ടാണ്. വീഴല്ലേട്ടോ, നടക്ക്. വ്യൂ ഒക്കെ അപാര വ്യൂ ആണ്, അടിപൊളി വ്യൂ. അയ്യോ, മുള്ളൊക്കെ ഇരിക്കണ്ടേ. സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റോട്ടിൽ കയറാം. അയ്യോ, നമ്മൾ പറയണ മലൻ്റെ മുകളിൽ നിന്നാണ്, അത് ആലോചിക്കണം. അടിയിലേക്ക് എത്താൻ എന്തായാലും. അയ്യോ, പിന്നെ മുള്ളൻ്റെ ചെടി കേട്ടത് ഇത് നമ്മുടെ മറ്റേ നാട്ടിലൊക്കെ മറ്റേ ഇതുണ്ടായില്ലേ, അങ്ങനത്തെ സാധനം അന്ന് മുള്ളൻ പഴം പോലെ. അങ്ങനത്തെ ഒരു ചെടി പഴമൊക്കെ. അയ്യോ,
നീലക്കുറിഞ്ഞി നീലക്കൊടുവേരിയാവോ. ഈ വഴിയൊക്കെ പോണെങ്കിലേ ഇത് പിന്നെ മനസ്സിലാവണമെങ്കിൽ അക്കന്നെ വേണം. എൻ്റെ കണ്ണടക്ക ചാണ്ടയ്യോ. നോക്കിക്കോളെ. ആ പണ്ടില്ലേ, പണ്ട് പറമ്പ് കൂടെ ഉണ്ടായിരുന്നു അതേ സ്മെല്ല്. അങ്ങനെ ഫൈനലി നമ്മൾ റീച്ച് ആയി എന്നൊക്കെ പറയുന്നുണ്ട് മുന്നിൽ പോയത്. ഏതായാലും ഇതൊക്കെ ഉണ്ട് ഇവിടെ ആണല്ലേ, ഇതല്ലേ ഈ ബ്ലൂ താത്ത ഇവിടെ ഒക്കെ ഉണ്ടല്ലേ. അങ്ങനെയൊക്കെ നമ്മളെ കൊടുവേലിയല്ല നീലക്കുറിഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നീലക്കുറിഞ്ഞി. മൂന്നാറിലാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഊട്ടിയിൽ നീലക്കുറിഞ്ഞിയും കാണാൻ പറ്റി. അയ്യോ അപ്പോൾ இங்கே யாரும் இல்லையா அக்கா இருக்கு. அக்கா தான் இங்கே கூட்டிட்டு வந்தேன். അയ്യോ ഇവിടെ മൊത്തം മേലെ വരെ ഉണ്ടല്ലേ. ஆமா என்ன இருக்கு. ஓ எந்த வியூ இல்லடா, சூப்பர் வியூ. ഇവിടെ കാട്ടു നെല്ലിക്ക ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങോട്ട് പോണോ. അங்கே നെല്ലിക്ക മരം ഇருக்கு, കാട്ടു നെല്ലിക്ക ഇருக்கு. മുള്ളുണ്ട് കേട്ടോ, മുള്ളു സോനോ. ചെറുതാ അത് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇതുമേ ഇല കാണാതെ നെല്ലിക്ക. അയ്യാ ഇതുമേ ഇഷ്ടംപോലെ ഉണ്ട്. ആകെ നെല്ലിക്കയാണ് അല്ലേ. ഇത് കറക്റ്റാണ്. കുറച്ചല്ലേ നമുക്ക് ഉപ്പിലിട്ടക്കാലോ. നിപ്പുണ്ടാവോ? നിപ്പുണ്ടാവല്ലോ ഊട്ടിയിലോ. അപ്പോൾ ഊട്ടിയിൽ നീലക്കുറിഞ്ഞി കാണണോ? എല്ലാവരും പോന്നോളി. എബ്ബനാട്, ഊട്ടി എബ്ബനാട്. ഓക്കെ.